കാലാകാലങ്ങളായി മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ. ഒരു ഭാഗത്ത് ICUവിനകത്ത് കിടക്കുന്ന രോഗി വരെ പീഡിപ്പിക്കപ്പെടുന്നു, മറ്റൊരിടത്ത് പൊട്ടിത്തെറിയുണ്ടാകുന്നു ICUവിനകത്ത്. ഇപ്പോഴും അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വലിയ രീതിയിലുള്ള കുടിശ്ശിക മൂലം മരുന്നു വിതരണം ആകെ സ്തംഭിച്ചിരിക്കുന്നു. ഈ അവസരത്തിലാണ് ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഇതൊക്കെ കണ്ട് മടുത്തുകൊണ്ട് ആ ദുരവസ്ഥ പൊതുസമൂഹത്തിനുള്ളിലേക്ക് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചത്. വലിയ സമ്മർദ്ദമുണ്ടായി കഴിഞ്ഞ ദിവസം തന്നെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. അതിന് DMO വാർത്താമാധ്യമങ്ങൾക്ക് മുൻപാകെ അതിന് നൽകിയ മറുപടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ഡോക്ടർ ഹാരിസ് ചിറക്കൽ വൈകാരികമായി നടത്തിയ ഇത് മാത്രമായിരുന്നു, ഒരു അഭിപ്രായം മാത്രമായിരുന്നു, അതിനൊക്കെ പരിഹാരം കാണും ഉടനടി എന്ന് പറഞ്ഞു. ഇതേ അഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പിൻവലിപ്പിക്കാനും അവർ വലിയ രീതിയിലുള്ള പ്രയത്നം നടത്തി. അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചു. പക്ഷേ ഇന്ന് അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ആർജവത്തോടുകൂടി തന്നെയാണ് ഡോക്ടർ വ്യക്തമാക്കിയത്. ഇവിടെ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് ഇന്നും ആരോഗ്യമന്ത്രി പറയുമ്പോൾ ഏതു രീതിയിലാണ് വർഷങ്ങളായി ഇത്തരത്തിൽ 2023 മുതൽ ഒരു സർജറി മുടങ്ങിക്കിടക്കുകയാണെന്ന് ഡോക്ടർ ആവർത്തിക്കുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നെങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഓരോ പ്രാവശ്യവും നീങ്ങിയത്. സൂപ്രണ്ടിനും മേലുദ്യോഗസ്ഥർക്കും ഒടുവിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനും PAയ്ക്കും ഒക്കെ അറിയിച്ചു കഴിഞ്ഞു. പിന്നീടും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? മന്ത്രി തന്നെ ഇതിന് മറുപടിയും പറയുന്നുണ്ട്. സിസ്റ്റം തകരാറിലാണ്, ഈ സിസ്റ്റം തന്നെ തെറ്റാണ് എന്ന്. അതായത് സ്വന്തം വകുപ്പ്, സ്വന്തം മന്ത്രിസഭ, അതിന് ആരോഗ്യരംഗത്തോടുള്ള നിലപാടും കാഴ്ചപ്പാടും തെറ്റാണ് എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് തന്നെ അതിന്റെ ഗൗരവം വെളിവാക്കുന്ന കാര്യമാണ്. ശ്രീ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നിലമ്പൂർ ഇലക്ഷന്റെ റിസൾട്ട് വന്ന സമയത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട്, സ്ഥാനാർത്ഥി തോറ്റെങ്കിലും കിട്ടിയ വോട്ട് വജ്രത്തിളക്കമുള്ളതാണ്, സ്വർണത്തിളക്കമുള്ളതാണ്, അതിന് ആദർശത്തിന്റെ പരിവേഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ ശക്തമായി പിന്തുണച്ച ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു CPM അനുഭാവിയാണ്, അത് വളരെ വ്യക്തമാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇത്ര ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നു. മന്ത്രിയുടെ സെക്രട്ടറി ഇടപെട്ട് അത് പിൻവലിപ്പിച്ചു. പക്ഷെ പിന്നീടും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപേ വന്ന് വളരെ കൃത്യവും വ്യക്തവുമായി നിലപാട് വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം അദ്ദേഹം ഒരു മനുഷ്യനാണ്. വൈകാരികമായി പ്രതികരിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. കാരണം മനുഷ്യന് വികാരം ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹത്തിന്, ഡോക്ടർക്ക് വികാരപരമായി പ്രതികരിക്കേണ്ടി വന്നു. മന്ത്രിക്ക് മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ട്, മുഖ്യമന്ത്രിക്ക് മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ട് വികാരമൊന്നും ഉണ്ടായി കാണില്ല. പക്ഷെ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള നിലപാട് വന്നപ്പോൾ ഡോക്ടർമാരുടെ സംഘടന മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നാകെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് കൊടുത്ത പിന്തുണ, ഇവിടുത്തെ മാധ്യമങ്ങളടക്കം കൊടുത്ത പിന്തുണയാണ് ഇന്ന് ഈ സത്യം ജനങ്ങളുടെ മുമ്പാകെ ഉയർന്നു നിൽക്കാനുള്ള ഒരേ ഒരു കാരണം. അല്ലെങ്കിൽ ഇത് കുഴിച്ചു മൂടുമായിരുന്നു. കാരണം മന്ത്രിസഭയുടെ വാർഷികാഘോഷത്തിന് 180 കോടി രൂപ ചെലവഴിച്ച് ആഘോഷ മാമാങ്കങ്ങൾ പൊടിപൊടിക്കുമ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ ആ ഒരു ഉപകരണം വാങ്ങാൻ എത്ര നിസ്സാരമായ തുക മതി. അതിന് അദ്ദേഹം മുട്ടിയ വാതിലുകൾ കണ്ട ഉദ്യോഗസ്ഥന്മാർ, ഹൈറാർക്കി സിസ്റ്റം ഭേദിക്കാതെ അദ്ദേഹം എല്ലാ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ട് അപേക്ഷിച്ച് യാചിച്ച് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെരുപ്പ് തേഞ്ഞ് നിസ്സഹായനായി മടങ്ങുമ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം ഈ വിഷയം എത്തിച്ചു. പക്ഷെ മന്ത്രി കണ്ടതായി നടിച്ചില്ല. ഇതാണല്ലോ സത്യം. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെന്റിന്റെ പ്രാഥമികമായ ദൗത്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ആ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യമാണ്, ആരോഗ്യം കഴിഞ്ഞാൽ വിദ്യാഭ്യാസം, അത് കഴിഞ്ഞാൽ ക്രമസമാധാനം. ഇങ്ങനെ 3-4 സുപ്രധാനമായ അടിസ്ഥാന ചുമതലകൾ ഒരു സംസ്ഥാന സർക്കാരിന്, ഒരു കേന്ദ്ര സർക്കാരിന് എല്ലാം ഉണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട. കാരണം ഇഷ്ടം പോലെ ഭക്ഷണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നുള്ളത് കൊണ്ട് ആ വിഷയം ചിന്തിക്കണ്ട. എന്നാൽ ആരോഗ്യമോ, ആരോഗ്യ മേഖലയിലേക്ക് വരുമ്പോൾ ഇത്തരം ഏത് വിഷയം വരുമ്പോഴും മന്ത്രിമാരും മന്ത്രിസഭയും ഇടതുപക്ഷവും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. നീതി ആയോഗ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്, നോക്കൂ ഇങ്ങനെയുള്ള നിരവധി ഏജൻസികൾ കേരളം നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കാണാത്തത് എന്ന ചോദ്യമാണ് ഭരണപക്ഷം എപ്പോഴും ഉയർത്തുന്നത്.
അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ചും കൂടെ നമ്മൾ പറയാതെ പോയി. കാരണം എപ്പോഴും അവർ പ്രതിരോധിക്കുന്നത് നീതി ആയോഗം 1ാം സ്ഥാനം തന്നു, പല ഏജൻസികളും 1ാം സ്ഥാനം തന്നു, പിന്നെ മുഖ്യമന്ത്രി എപ്പോഴും പറയുന്നുണ്ട് നമ്പർ 1 ആണെന്ന്. പിന്നെ എന്താണ് ഈ സിസ്റ്റത്തിന് കുഴപ്പം എന്നാണ് ചോദ്യം. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ നീതി ആയോഗം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏജൻസികളും ഈ ജനാധിപത്യ ഭരണക്രമവും കേരളത്തിൽ ഉണ്ടാകുന്നതിന് മുൻപ് ഇവിടെ നമ്പർ 1 ആയിരുന്നു. ആ നമ്പർ 1 ആണ് ഇപ്പോഴും തുടരുന്നത്. 44 നദികളുള്ള കേരളത്തിലെ ശുദ്ധജലത്തെ സംബന്ധിച്ചും നല്ല ശുദ്ധവായുവിനെ സംബന്ധിച്ചും പരിസ്ഥിതിയിൽ നമുക്കുള്ള അനുകൂലമായ അവസ്ഥയെ സംബന്ധിച്ചും കേരളത്തിലെ ആകെയുള്ള കിണറുകളുടെ എണ്ണം, കുളങ്ങളുടെ എണ്ണം, കക്കൂസുകളുടെ എണ്ണം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വ്യക്തി ശുചിത്വത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും വരെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ സൂചിക തയ്യാറാക്കുമ്പോൾ കേരളത്തിന് എപ്പോഴും നമ്പർ 1 കിട്ടുന്നത്. അത് ജനാധിപത്യ കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് മഹാരാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഉറപ്പുവരുത്തിയ കാര്യമാണ്. അവിടെ നിന്നുകൊണ്ട് ആ നമ്പർ 1 എടുത്ത് അണിഞ്ഞിട്ടാണ് കണ്ടോ ഞങ്ങൾക്ക് നീതി ആയോഗ് നമ്പർ 1 തന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഏജൻസികളുടെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നമ്പർ 1 പറയുന്നത്. ഞാനിത് പറയാൻ കാരണം ഇടതുപക്ഷം ഇനി പറയാൻ പോകുന്നത് ഈ പറഞ്ഞ കണക്കുകളിൽ നമ്പർ 1 ആണല്ലോ. അങ്ങനെയെങ്കിൽ ഈ നമ്പർ 1 സിദ്ധാന്തങ്ങൾ മുഴുവൻ ഈ ഡോക്ടർ ഹാരിസിന് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? എന്തുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? എന്തുകൊണ്ട് രോഗികൾക്ക് മനസ്സിലാവുന്നില്ല? ഇവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അവിടെ വരുമ്പോഴാണ് സിസ്റ്റത്തിന്റെ തകരാറാണ് എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ അടിയായി മാറുന്നത്. അതായത് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ 2 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു നിലപാട് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് 2860 കോടി രൂപ കേരളത്തിലെ ആരോഗ്യരംഗത്തെ ആശുപത്രികളുടെ നവീകരണത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു. 2860 കോടി രൂപ. ആ 2860 കോടി രൂപ കേരളം ഏറ്റുവാങ്ങിയില്ല. അതിന് കാരണം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒരുപോലെ വിശദീകരിച്ചു. അവർ പറഞ്ഞത് എന്താണ്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് എഴുതുന്നതിലെ മന്ദിർ എന്ന വാക്ക് ഹിന്ദു വർഗീയതയായതുകൊണ്ട് ആ തുക ഞങ്ങൾക്ക് വേണ്ട. ഇപ്പോഴും ഞാൻ ആ വീഡിയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ തുക ഞങ്ങൾക്ക് വേണ്ട, മന്ദിർ എന്ന് എഴുതിയിട്ട് ഞങ്ങൾക്ക് ആ 2860 കോടി വേണ്ട. ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ ഗവൺമെന്റ് ആ നയത്തിന് എതിരാണ്. എന്നാ പിന്നെ ഈ പാർട്ടിയും ഈ ഗവൺമെന്റും അതിനകത്ത് ഉറച്ചു നിൽക്കണ്ടേ? 2 കൊല്ലം 2.5 കൊല്ലം കഴിഞ്ഞു, ശമ്പളം കൊടുക്കാനില്ല. ഡോക്ടർമാർക്കും തൂപ്പുകാർക്കും പോലും ശമ്പളം കൊടുക്കാനില്ലാതെ വന്നപ്പോൾ ഇതേ മന്ത്രി, ഇതേ മുഖ്യമന്ത്രി, ഇതേ മന്ത്രിസഭ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് എഴുതിക്കോളാം, ഞങ്ങൾക്ക് പൈസ തരണം. അങ്ങനെ കേരളം മുഴുവൻ അത് എഴുതി വെച്ചു. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇത് എഴുതിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ കേരളത്തിന് മാത്രം അത് പാടില്ല. ഇതല്ലേ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ തകരാറ്? അപ്പോൾ ഇങ്ങനെയുള്ള പിടിവാശിയുടെയും ഇങ്ങനെയുള്ള വരട്ട് തത്വവാദത്തിന്റെയും രാഷ്ട്രീയ നിലപാടുകളുടെ ബലിയാടായി തീരുന്നത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് രോഗികളാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ജനങ്ങളോട് സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ കാര്യം, ആരോഗ്യ കാര്യത്തിന് 1ാം സ്ഥാനം കൊടുക്കുകയും അതിനുശേഷം ബാക്കി കാര്യങ്ങൾ രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയമായി നേരിടുകയുമാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ചെയ്തത് അതല്ല. അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ സൂചിപ്പിച്ച കാര്യമാണ്, കോവിഡ് വന്നപ്പോഴും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോഴും എല്ലാം അവിടെയൊക്കെ നുണ പറഞ്ഞുകൊണ്ട് PR ഏജൻസികളെ നിരത്തി നിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് എല്ലാവിധ കള്ളങ്ങളും പ്രചരിപ്പിക്കാൻ കോടാനുകോടി ഒഴുക്കിയിട്ടാണ് ഇവിടുത്തെ ഈ ആരോഗ്യരംഗത്തെ വീഴ്ചകൾ മുഴുവൻ മറച്ചു വെക്കുന്നത്. ആരോഗ്യരംഗം മാത്രമല്ല, സകല മേഖലകളിലും വീഴ്ചകൾ മറച്ചു വെക്കുന്നത് PR വർക്ക് കൊണ്ട് മാത്രമാണ്. അതിന് ഇഷ്ടം പോലെ പണമുണ്ടല്ലോ. ആ പണം മുഴുവൻ ഉപയോഗിച്ച് ഈ രോഗികളുടെ കാര്യം പരിഹരിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ഒരു ഡോക്ടർക്ക് തന്നെ ഇത് തുറന്നു പറയേണ്ടി വന്നപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രതിരോധവും തീർക്കാൻ സാധിച്ചില്ല. അപ്പോൾ കേരളം ഇന്ന് നേരിടുന്ന ഈ യഥാർത്ഥ പ്രശ്നം സിസ്റ്റത്തിന്റെ തകരാറിലാണെങ്കിൽ 1ാം പ്രതി പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്, 2ാം പ്രതി വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയാണ്. ഇവർ 2 പേരുമാണ് ഇക്കാര്യത്തിൽ കുറ്റക്കാർ. പിന്നെ ഇവർക്ക് പിന്തുണ കൊടുക്കുന്ന അവരുടെ പാർട്ടി, അവരുടെ മുന്നണി, അവരുടെ സംവിധാനം, ഭരണകൂടം, ഈ ഭരണകൂടം പ്രതിക്കൂട്ടിലാണ്. അതുകൊണ്ട് ഇതിന് മറുപടി പറയേണ്ടത് ഇവരുടെ ചുമതലയാണ്. അതിന് മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പണമില്ല എന്നുണ്ടെങ്കിൽ പണം ഇല്ലാതാക്കിയത് ഇവര് തന്നെയാണ്. അതെ, പക്ഷെ എത്ര നാളായി ഈ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്.